കണ്ടതന്നെ. ആരെ കണ്ടു? ആരെ കണ്ടു? കണ്ട കണ്ട. റിസ ഇല്ലല്ലോ, റോസ് മാത്രമേ ഉള്ളൂ. ഇല്ല. എന്താ റോയി സ്കൂളിൽ പോവാഞ്ഞി? എന്താ പോവാഞ്ഞി? റോയ്ക്ക് കഫിങ് അല്ലേ? എന്തായിരുന്നു? ആ മരുന്ന് കൊടുക്കി, കുട്ടിക്ക് കഫിങ് ആണ്. മരുന്ന് ഓൾറെഡി എടുത്ത് കുടിക്കോ? മരുന്ന് കുടിച്ചാലും വേണ്ടിയില്ല, അവൾക്ക് സ്കൂളിൽ പോണ്ട. ഇവിടെ സാധനം ഇവിടെ, സാധനം ഇവിടെ, മരുന്ന് കുടിക്കുന്ന സാധനം. മൂത്താപ്പ വീട്ടിൽ ഞാനും വരാ. ഡ്രസ് മാറ്റണ യൂണിഫോം ഇട്ടാ. നല്ല കുട്ടിയാണ്. ഡോറിലൊക്കെ ഏതാ? സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? റോയിന്റെ സ്കൂളിക്ക് ഇവിടെക്കാ. റോയിന്റെ സ്കൂളിക്ക് പോവാണ്. റോയിന്റെ സ്കൂളിലാക്കാൻ കേട്ടാ. റിഷന് എടുക്കാനും പോകുന്നുണ്ട്, റോയിനെ ആക്കാനും പോവാണ്. റോയിന് കഫിങ് ഒക്കെ മാറിയില്ലേ? കുഴപ്പമില്ലല്ലോ. റോയി മോളെ സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ പോകാൻ മടി, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് എല്ലാ വീഡിയോസിലും കാണാറുണ്ട്. അപ്പോൾ കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പം അവൾ ഭയങ്കരമായിട്ട് സെറ്റായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് അവൾക്കൊരു സമാധാനക്കേടാണ്, അത് പറഞ്ഞില്ല എന്നാണെങ്കിൽ. അതാണ് വീഡിയോസിൽ എല്ലാത്തിലും അത് കേൾക്കുന്നത് നിങ്ങൾ. അങ്ങനെ റീനെ പിക്കാൻ പോയപ്പോൾ റീനു പറഞ്ഞു അവൾക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ റീനു സ്കൂൾ ബസ്സിൽ വന്നോളാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, വീട് പണീൻ്റെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഉള്ളവർ ഇപ്പം ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇത്താൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ അനിയത്തിൻ്റെ മോളൊക്കെ ഉണ്ട് ഇവിടെ. അനിയത്തിൻ്റെ മോളും റോസും ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ വന്നിട്ട് കുറേ ദിവസങ്ങളായിട്ടോ. ഉമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഫ്ലാറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആയി ഇങ്ങോട്ടേക്ക് വന്നിട്ട്, വരാനുള്ള സമയം കിട്ടില്ല. റോയിമോളാണെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല എന്ന് പറഞ്ഞ് നിൽക്കണം, ആരെങ്കിലും വന്ന് എടുത്തല്ലാണ്ട് ഇറങ്ങൂല. പിന്നെ നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട്, ഫംഗ്ഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഇനി വീട് പണീൻ്റെ അവിടേക്ക് പോയിട്ട് വന്നിട്ട് വിശദമായിട്ട് കഴിക്കണം ഇൻഷാ അല്ലാ. പിന്നെ പോകുന്ന വഴി പിന്നെ ഓരോന്ന് പ്രകൃതിയിൽ കാണുന്ന ഓരോന്നും ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നോക്കുമ്പോൾ തല പോയ ഒരു തെങ്ങിൻ്റെ പുറത്ത് 2 കിളികൾ മുട്ടയിട്ട് നെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ കിട്ടുന്നൊന്നുമില്ല. അപ്പം ഇനി നമ്മുടെ വീട് പണീൻ്റെ അപ്ഡേറ്റ്സ്. ഞാൻ എവിടെ ചെന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഫസ്റ്റത്തെ കാര്യം ഇക്കാൻ്റെ കാര്യമായിരിക്കും. രണ്ടാമത്തത് വീട് പണി എന്തായി, വീടിരിക്കാനായോ എന്നൊക്കെ ആയിരിക്കും. നമ്മളെ ഫാമിലി മെമ്പേഴ്സും ചോദിക്കുന്ന കാര്യം തന്നെയാണത്. അപ്പോൾ വീടിൻ്റെ ഇപ്പം എന്ന് വെച്ചാൽ അകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, പുറത്ത് ഉള്ള പണികളാണ് ഇനിയുള്ളത്. അത് നമുക്ക് എത്ര എടുത്താലും തീരൂല, അത്രയും ഉണ്ടാവും. എങ്ങനെയായാലും ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പണി കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ വീടിരിക്കുന്നുള്ളൂ എന്നാണ് ഇൻഷാ അല്ലാ. അല്ലാണ്ട് നമ്മൾ വീട് പെട്ടെന്ന് ചാടി കയറിയിരുന്ന് പിന്നെ കുറേ പണിയെടുക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാ സെറ്റിങ്ങും കഴിഞ്ഞിട്ടേ വീടിരിക്കുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ യുഎന്ന് വന്നില്ലുള്ളൂ. അപ്പോൾ നമുക്കും ഇവിടെ ഒന്ന് സെറ്റാവാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് എന്തായാലും നടക്കില്ലല്ലോ. അപ്പം നമ്മുടെ കാര്യങ്ങളും വീടിൻ്റെ കാര്യങ്ങളും ഒക്കെ ആ ഒരു സമയമാകുമ്പം വരും ഇൻഷാ അല്ലാ. എനിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒന്നിനും വേണ്ടി തിരക്ക് കൂട്ടില്ല. നമുക്കല്ല, ഏത് സമയത്താണ് നമുക്ക് വീടിരിക്കാനും ഇരിക്കുന്നത് ആ സമയത്ത് വീടിരുന്നാൽ മതി. ഒന്നിനും നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ഒരു സമയം ഉണ്ടാവും, അത് നമ്മൾ എത്ര തന്നെ പൈസ ഇതായാലും പടച്ചോനൊരു സമയം വിധിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ വീടിരിക്കുള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ
ഇതൊക്കെ കണ്ടോ, വീടിൻ്റെ അകത്തേക്കുള്ള ടൈൽസ് ആണെങ്കിലും വീടിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ ഉണ്ട്. കിച്ചൻ്റെ പിന്നെ നമ്മുടെ ആർക്കിടെക്റ്റ് പറഞ്ഞിട്ടുള്ളത് പുറത്തുനിന്ന് ആക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്, ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് 1-2 ദിവസം കൊണ്ട് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ തന്നെ വെച്ച് സെറ്റ് ചെയ്യേണ്ട, ലാസ്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ലാസ്റ്റത്തേക്ക് ആവുള്ളൂ. ഇനി നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നോക്കാൻ പോകാനുണ്ട്. പിന്നെ ഫേണിച്ചേഴ്സ്, സോഫ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോകാനുണ്ട്. അതൊക്കെ ഉണ്ട്, പെയിൻറ്റിങ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു 1-2 ആഴ്ച എന്തായാലും കുറച്ച് തിരക്കിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോവുള്ളൂ. കണ്ടോ ഇവിടെ റൂംസിൽ കബോർഡും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അതുപോലെ എന്താ പറയുക, ഡെയിലി വീടിൻ്റെ അപ്ഡേറ്റ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒന്നാമത് ഞങ്ങൾ വീടിൻ്റെ അടുത്തല്ല, രണ്ടാമത് നമ്മൾ കാണിച്ചത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ കാണുന്നവർക്കും ഒരു ബോറടിയില്ല. ചിലപ്പം പുതിയ ആൾക്കാർ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല മുമ്പത്തത്, അതുകൊണ്ടായിരിക്കാം. എന്താ പറയുക, വീടിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അതെനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. വീടിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളെ വീട്ടിൽ ഉണ്ടായ ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ, അബദ്ധങ്ങൾ, അങ്ങനെ കുറേ ഉണ്ട്. അത് ഞാൻ വിശദമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ഉടൻ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. കാരണം നമ്മളൊരു വീടുണ്ടാക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് നിങ്ങൾ അറിയുമ്പോൾ എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമല്ലോ. ഞാൻ എന്തായാലും പറയാം കേട്ടോ. പിന്നെ കിച്ചൻ്റെ കണ്ടോ, കിച്ചൻ്റെ ഡോറൊക്കെയാണ് കേട്ടോ. ഡോറൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഡോറ്, ജനൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് എക്സ്റ്റീരിയർ വൈസുള്ള സാധനങ്ങളാണ്. പിന്നെ എന്താ കിച്ചനാണ് കേട്ടോ. കിച്ചൻ 2 കിച്ചണിലും സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഇനിയിപ്പം ഇലക്ട്രോണിക് സാധനങ്ങൾ നോക്കാൻ പോകാനുണ്ട്. കൂടാണ്ട് ഇവിടെയൊക്കെ ഈ കബോർഡും സാധനങ്ങളൊക്കെ സെറ്റാക്കാണ്ടല്ലോ, അതൊക്കെ പിന്നെ 1-2 ദിവസം കൊണ്ട് ശരിയാക്കുന്നതാണ്. പുറത്തുനിന്ന് റെഡിയാക്കി വരുന്ന അതൊക്കെ അളവുകളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ താഴത്തതും മുകളത്തതും ഓൾമോസ്റ്റ് ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ UAE നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കൊറിയറും സാധനങ്ങളും ഉണ്ടാവില്ല, കാർഗോ സാധനങ്ങളില്ലേ, അതന്നെ ഞങ്ങൾക്കൊന്ന് റെഡിയാക്കാനുണ്ട്. അതിനുപോലും ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല ഇവിടെ വന്നപ്പോൾ. ശരിക്കും UAEയിലായ സമയത്ത് കുറച്ചെങ്കിലും സമയമുള്ള പോലെ തോന്നുന്നുണ്ട്. ഇവിടെ വന്നപ്പം ഒട്ടും സമയമില്ല. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ അവർ വരാനുള്ള സമയമായി. എന്താ പറയുക, അങ്ങനെ ഭയങ്കര ബിസിയായ മാതിരിയായി തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലതാണ് ബിസി ആവുന്നത്. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കാണ്ടിരിക്കാൻ നല്ലതാണ്. ഇത് ലാസ്റ്റത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ റീഡിങ് റൂമാണ്. അപ്പം നേരത്തെ കാണിച്ച കബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെന്താ, മേലെ 2 ബെഡ്റൂംസാണ്, പിന്നെ ഹോളാണ് വരുന്നത്. പിന്നെ ഒരു റീഡിങ് റൂമുണ്ട്. അത് റീനുവിന് വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ പ്ലാനിൽ വെച്ചതായിരുന്നു. അവൾക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ബുക്സൊക്കെ വെച്ചിട്ടുള്ള റൂം. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നമ്മൾ കാർഗോയിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ സാധനങ്ങൾ പൊട്ടിക്കും, ഓരോ പെട്ടി പൊട്ടിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം കുറച്ച് പെട്ടിയൊക്കെ പൊട്ടിച്ചപ്പോൾ അതിന് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെന്താ, അതുകൊണ്ട് പോവാണ്. എന്താ പറയുക, കുറേ ദിവസമായി ഞാൻ ഓരോ സാധനങ്ങൾക്കായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ എത്ര നോക്കിയാലും നമ്മൾ വിചാരിച്ച സാധനം കിട്ടില്ല, വിചാരിക്കാത്ത സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഓരോ ദിവസം കുറേശ്ശെ കിട്ടിയിട്ട്, കാരണം നമുക്കിപ്പോൾ ഇവിടെ നാട്ടിൽ ഇനി എത്ര ദിവസങ്ങൾ നമുക്ക് ഫ്ലാറ്റിൽ നിൽക്കണമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ഒന്ന് പിശുക്കി നോക്കി ഞാൻ എൻ്റെ ഉള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇങ്ങനെയായാലും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ എടുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും പാത്രങ്ങളുണ്ട്, പുതിയ പാത്രങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരില്ല ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ അത്യാവശ്യം പാത്രങ്ങൾ എന്തായാലും എല്ലാതും സെറ്റാണ്. പിന്നെന്താ, അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. ഇനിയിപ്പം ഇത്താൻ്റെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. ശരിക്കും ഞങ്ങൾ ഫ്ലാറ്റിൽ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഈ തേങ്ങയുടെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു തേങ്ങ കുറച്ച് ചിരകി കൊണ്ടുപോകാമെന്ന്. അപ്പം അടുത്തുള്ള ഒരു ലേഡി ഉണ്ട്, അവരെ വിളിച്ചിട്ട് തേങ്ങ കുറച്ച് ചിരവിപ്പിച്ചു. എന്നിട്ട് അത് പാക്കാക്കുവാണ്. ചെറിയ ജിപ്ലോക്ക് ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ, ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ പുട്ടിലോട്ടാണെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ കറിയാണെങ്കിൽ ചമ്മന്തി ആണെങ്കിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് എടുക്കാമല്ലോ, ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് പാക്കാക്കുവാണ്. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്, എന്നും വീഡിയോ ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്.
എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ചിലപ്പോൾ യു എയിലാവുമ്പോൾ ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. പക്ഷേ യു എയിൽ നമുക്ക് കണ്ടൻറ്റ് കിട്ടാറില്ല. ഇവിടെ നമുക്ക് കണ്ടൻറ്റ് കിട്ടിയാൽ പോലും വീഡിയോ എഡിറ്റിങ്ങിനും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിച്ച സമയത്തൊന്നും നടക്കില്ല. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വിരുന്നേർ വരിക, അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. യു എയിലാകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വിചാരിച്ച സമയത്തേ എല്ലാം നടക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാധനം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതാണ് നാട്ടിലെയും യു എയിലെയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ ശരിക്കും പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു വാല്യൂ ഉണ്ട് നാട്ടിൽ. അതായത് രാവിലെ അവർ ജോലിക്ക് പോയാൽ വൈകുന്നേരം വരികയാണ്, അവർ ടയേർഡാണ്, അതുകൊണ്ട് അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ യൂട്യൂബേഴ്സിന് നാട്ടിൽ ഒരു വാല്യൂ ഇല്ല. കാരണം അവർ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് അത് ആ ഒരു ഇതിനൊരു റെസ്പെക്റ്റ് ആരും കൊടുക്കുന്നില്ല. ഫാമിലിയിൽ നിന്നാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും അവർക്ക് എന്താ വെറുതെ ഇരിക്കല്ലേ അങ്ങനെയൊക്കെ. പക്ഷേ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ, യൂട്യൂബ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 4-5 മണിക്കൂർ എടുക്കും. അത് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ വീട്ടിലെ ജോലിക്കിടയിൽ ചെയ്യുന്ന വീട്ടമ്മമാർക്ക്, യൂട്യൂബർമാർക്ക് ഒരു റെസ്പെക്റ്റ് എന്തായാലും കൊടുക്കണം. അപ്പം ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ 2 പ്രോഡക്റ്റ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ഇതൊന്ന് അൺബോക്സ് ചെയ്യാനോ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള സമയം കുറേ ദിവസമായി ഞാൻ നോക്കുന്നു. ഒരുപാട് ബിസി ആവുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ. അപ്പോൾ എന്തായാലും സാൻഫോർഡിൻ്റെ സ്പിൻ മോപ്പും സ്പ്രേ മോപ്പുമാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. നാട്ടിലുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് കുനിഞ്ഞ് തുടക്കാൻ പറ്റാത്തവർക്ക്, വെയിറ്റ് ഒന്നും പൊക്കാൻ പറ്റാത്തവർക്ക്, പിടിയാൻ പറ്റാത്തവർക്കൊക്കെ അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം. കാണിച്ചു തരാം കേട്ടോ. സോ ആദ്യം നമുക്ക് സാൻഫോർഡിൻ്റെ സ്പിൻ മോപ്പ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബക്കറ്റ് തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഡേർട്ടി വാട്ടർ സൈഡിലോട്ട് പോകും. നമ്മൾ ക്ലീൻ വാട്ടർ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് ആ ഒരു ക്ലീൻ വാട്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേർട്ട് മുഴുവനും സൈഡിലോട്ടേ പോവുള്ളൂ, ആ വെള്ളത്തിലോട്ട് പോവില്ല. അപ്പോൾ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്യുന്നത് ആ ക്ലീൻ വാട്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു മോപ്പിൻ്റെ ഹെഡ് കണ്ടോ, സ്ക്വയറാണ്. അതുകൊണ്ട് നമുക്ക് താഴെയും കോർണേഴ്സൊക്കെ നമുക്ക് സോഫേൻ്റെ സൈഡും ഒക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിന് കൂടെ 2 മൈക്രോ ഫൈബർ പാഡ്സും ഉണ്ട് കേട്ടോ. അത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും, റീയൂസബിൾ ആണ്, ഫ്ലോറിനൊക്കെ നല്ല സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഫൈബർ പാഡ്സ് ആണ് കേട്ടോ. നന്നായിട്ട് വൃത്തിയാവുന്നുണ്ട്. അത് ഇതുകൊണ്ട് പ്രൊമോഷൻ ആയതുകൊണ്ട് പറയില്ല, നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്, പെട്ടെന്ന് ക്ലീൻ ആവുന്നുണ്ട്. നമുക്ക് അധികം എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രത്യേകിച്ച് ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ നിന്നുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രോഡക്റ്റാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് കൂടിയാട്ടോ ഈ സാൻഫോർഡിൻ്റെ ഈ സ്പിൻ മോപ്പ്. ഞാൻ വേറൊരു മോപ്പും കൂടി ഉണ്ട്, അതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടി പറഞ്ഞുതരാം. ഇത് നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ വെള്ളം ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക, നല്ല ക്ലീൻ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം പോകുന്നത് കണ്ടോ വേറൊരു ടാങ്കിലോട്ടാണ്. അപ്പോൾ ഇതിൽ ഫുൾ ടൈം ക്ലീൻ വാട്ടറേ ഉണ്ടാവുള്ളൂ. ഇതിൽ വെച്ചിട്ട് നമ്മൾ സ്പിൻ ചെയ്യുന്നത് അഴുക്കുള്ള വാട്ടർ അതിൻ്റെ സൈഡിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നതിലോട്ട് കുറച്ച് ലിക്വിഡും കൂടി, വാഷ് ചെയ്യാനുള്ള ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടോ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനൊക്കെ, അധികം വെയിറ്റ് ഒന്നുമില്ല ആ ഒരു ബക്കറ്റ്. പിന്നെ കണ്ടോ ഒന്ന് ലോക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ അത് മുക്കിയെടുക്കുന്ന സമയത്ത് ലോക്ക് ഓപ്പൺ ചെയ്യുക, പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ലോക്ക് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കണ്ടോ നമ്മൾ ആ ക്ലീൻ വാട്ടറിലാണ് ഇതാവുന്നത്. അപ്പം വെള്ളം നമ്മൾ ദേഹത്തേക്ക് തെറിക്കുകയോ അല്ലെങ്കിൽ താഴേക്ക് പോകുന്നില്ല. കാരണം ആവശ്യമുള്ള വെള്ളം മാത്രമേ അത് എടുക്കുകയുള്ളൂ. മൈക്രോ ഫൈബർ അല്ലേ ആ ഒരു പാഡ്. അതുപോലെ നമുക്ക് സോഫിൻ്റെ താഴെയൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അതും പെട്ടെന്ന് തന്നെ കേട്ടോ, നമുക്കധികം എഫേർട്ടില്ല. നമ്മൾ സാധാ മോപ്പൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ശരീരം മൊത്തത്തിൽ ഇളകും. ഇത് ഇളകേണ്ടൊന്നും ആവശ്യമില്ല, നല്ല ഈസി ആയിട്ട്. പിന്നെ ഫ്ലോറിൽ വല്ലാണ്ട് വെള്ളം ആവുന്നില്ല കേട്ടോ, നല്ലോണം പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. എന്നാൽ നന്നായിട്ട് പൊടിയും അഴുക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചില പ്രൊഡക്ട്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം ഇതേപോലത്തെ പ്രൊഡക്റ്റ് കാണുമ്പോൾ തോന്നും, പക്ഷേ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ അത് പൊട്ടിപ്പോവും, കേടാവും, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ സാൻഫോർഡിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇപ്പം ഓഫറും കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ ആ നടുക്കുള്ള ആ ഒരു ടാങ്കിൽ ഫ്രഷ് വാട്ടർ മാത്രമാണ്. അതിൻ്റെ നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേർട്ടി വാട്ടറൊക്കെ സൈഡിലോട്ടാണ് പോകുന്നത്. അതും ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ്. നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്നത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ തന്നെ ആയിരിക്കും, നല്ല സ്മെല്ലുള്ള വെള്ളത്തിൽ. ഇനി ഞാനൊരു ഡെമോ കാണിച്ചു തരാം കേട്ടോ.
കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് താഴെ ഒന്ന് വെക്കുവാണ്. ഇനി ഇത് നമ്മൾ സാധാ മോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി അതിലൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇനി ആ മോപ്പ് ക്ലീൻ ആക്കാനും ഭയങ്കര പാടായിരിക്കും. ഇത് കണ്ടോ പെട്ടെന്ന് ക്ലീൻ ആവുന്നത് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഡെമോ പോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആവേണ്ടത്. ഇത് വാഷ് ചെയ്യാനും നല്ല എളുപ്പമാണ്. നമുക്ക് ആ ഒരു മൈക്രോ ഫൈബർ പാഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാം. അതുപോലെ ഈ അഴുക്കായത് ഒരിക്കലും നമ്മൾ പിന്നെ നെക്സ്റ്റ് ക്ലീനിങ്ങിൽ ആ അഴുക്ക് നമ്മളെ ആ ഒരു ഫ്രഷ് വാട്ടർ ടാങ്കിലോട്ട് പോവില്ല, അത് സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെ താഴെ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ് ഉണ്ട് കണ്ടോ. അപ്പം ആ അഴുക്ക് സൈഡിലോട്ടേ പോവുള്ളൂ. അതായത് ഈ ഡേർട്ടായിട്ടുള്ള വാട്ടർ നമ്മൾ റീയൂസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. കൂടാണ്ട് ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പാർട്സാണ്, നല്ല ലോങ്ങർ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന മോപ്പൊക്കെ പെട്ടെന്ന് കേടാവില്ല, ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്പിന്നിങ് മോപ്പൊക്കെ. അപ്പോൾ ഇതങ്ങനെ കേടാവില്ല. ലോങ് ലാസ്റ്റിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പിൻ ബാസ്ക്കറ്റാണ് വരുന്നത്. പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നതുകൊണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അടുത്തത് കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പ്രേ മോപ്പാട്ടോ. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ബക്കറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതുപോലൊരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കുക. അതിൽ 420 ml വെള്ളം അതിൽ ആ ഒരു വാട്ടർ ടാങ്കിൽ പോവും. എന്നിട്ട് അത് അവിടെ ഫിക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ വേഗം ആരെങ്കിലും ഗസ്റ്റൊക്കെ വരെ വേഗം ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ നിന്നുകൊണ്ട് ഒട്ടും എഫേർട്ട് ഇല്ലാണ്ട് ക്ലീൻ ആക്കാൻ പറ്റിയ സ്പ്രേ മോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ സ്പ്രേ ചെയ്യാനുള്ള പ്രസ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് അവിടെ. അപ്പം അത് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുക, ഇവിടെ സ്പ്രേ ആവും. വെള്ളം ഒരുപാടൊന്നും വരുന്നില്ല, എന്നാൽ നല്ല സ്മൂത്തായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്പ്രേ മോപ്പാണ്. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സാൻഫോണിൻ്റെ പ്രൊഡക്ട്സ് കേരളത്തിലെ എല്ലാ ഹോം അപ്ലയൻസസ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സും അവിടെ കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറിൽ വാങ്ങിക്കണമെന്നാണെങ്കിൽ sanford.in എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓൾ ഓവർ കേരള ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. എവിടെ ഇരിക്കണേ? ഓക്കെ ഓക്കെ. റൂയി ഡ്രൈവ് ചെയ്യാം. ഈ ഡ്രൈവ് ചെയ്യണില്ലല്ലോ. അപ്പൊ ഡ്രൈവ് ചെയ്യണമെങ്കിൽ സ്കൂളിൽ പോയാലേ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുള്ളൂ റൂഹി. ആ ബാക്കിൽ ശരി. അപ്പോൾ ആരാ ഹാമാമിൻ്റെ ക്ലാസ്സിൽ പോണ്? ആരാ ക്ലാസ്സിൽ പോണ്? എന്താ പണ്ട് പ്രശ്നം? എന്ത് ദേഷ്യ റൂഹിയെ, എന്ത് ദേഷ്യ റൂഹി മുൾക്ക്. കുടു 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 ഇടയ്ക്ക് ചിരിക്കുക, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ. ഓ ചിരിച്ചു ചിരിച്ചു ചിരിച്ചു. നല്ല ക്യൂട്ടായിക്കണല്ലേ എന്ന് ഹെയർ കെട്ടിയതൊക്കെ. നോക്കട്ടെ നോക്കട്ടെ, ചിരിച്ച നോക്കട്ടെ. നല്ല ക്യൂട്ടായിക്കണം. ആരാ പറയാ നല്ല ബ്യൂട്ടിഫുൾ എന്ന് പറയുമോ? ആരാ ഐ ലവ് യു എന്ന് പറയുന്നത്? ഐഷനോഫ് പറയോ? ഓക്കെ. അപ്പൊ ചീത്ത പറയില്ലേ മാം? അങ്ങനെ റൂഹിനെ സ്കൂൾ വിട്ട് വരുമ്പം റോസനും റൂഹിക്കും എൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് കയറിങ്ങാണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. കുറേ നാളായി ഇങ്ങോട്ടേക്ക് വരുന്നത്. കാരണം ഉമ്മയിപ്പൊക്കെ അങ്ങനെ ഇടയ്ക്ക് നമ്മളെ കാണാൻ വരുന്നതല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരാറില്ല. ഇവിടെ ഇക്കാക്കൻ്റെ മക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞു റോസു. അപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ ഇക്കാക്ക എവിടേക്കൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ആക്കിങ്ങാണ്ട് ഇക്ക പോയി. ഓൾറെഡി അവിടെ പഴംപൊരി, അട അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം റൂഹി പറഞ്ഞതല്ലേ വിചാരിച്ചിട്ട് സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമൂസ ഭയങ്കര ഇഷ്ടമാണ് റൂഹിക്ക്. എന്താണെന്നറിയില്ല, ഭയങ്കര ഫാനാണ് സമൂസൻ്റെ. എത്ര വേണമെങ്കിലും കഴിക്കും സമൂസ.
പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാൻ്റെ ഏറ്റവും എളുപ്പമുള്ളൊരു ഐറ്റമാണ് സമൂസ ഉണ്ടാക്കൽ. ഇപ്പോൾ കുറേ സമൂസ ഒറ്റയടിക്ക് കുറേ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാറുണ്ട്. അപ്പം മിക്ക ദിവസങ്ങളും ഇവിടെ നോമ്പിനൊക്കെ സമൂസ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ കുട്ടികൾ കടിക്കുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നുള്ളൂ, പക്ഷേ മക്കളെന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതായിരിക്കും, വേഗം കിച്ചണിൽ പോലെ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട, സ്നാക്ക് മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ കിച്ചണിൽ പോയിനി, പിന്നെ ഞാൻ വന്നതിൽ വേസ്റ്റ് ആവും, ഫുൾ ടൈം അവർ കിച്ചണിൽ തന്നെ ആയിരിക്കും. അപ്പം ഏതായാലും സമൂസ ഉണ്ടാക്കിയിട്ട് വീണ്ടും അവർ എൻഗേജ്ഡായി. അങ്ങനെ പിന്നെ സമൂസയും ചായയൊക്കെ കുടിച്ച് പിന്നെ അപ്പോഴേക്കും ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക വന്നപ്പോൾ പിന്നെ വേഗം കറി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ. അപ്പോൾ ഞാൻ പറഞ്ഞത് പാക്ക് ചെയ്തോളൂ, ഞാൻ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ ഞാൻ വൈകുന്നേരം വരെ രാത്രി വരെ അവിടെ നിൽക്കേണ്ടി വരും, കുറേ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാക്ക് ചെയ്തു, സമാധാനത്തിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വ്ളോഗ് മുഴുവൻ കണ്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.